നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ അമേരിക്കയിലേക്ക് ഒരു സോളോ ട്രാവൽസ് ചെയ്തിരുന്നു. അതിൽ ലോസ് ഏഞ്ചൽസിൽ എത്തിയതിനു ശേഷം ഏകദേശം 15 ദിവസത്തോളം ഒരു ഷിപ്പിലാണ് യാത്ര ചെയ്തത്. ഞാനിപ്പോൾ ഷിപ്പിൽ നിന്ന് ചിത്രീകരിച്ച രംഗമാണിത്. അതിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഞാൻ നേരത്തെ ഫ്ലാഷ് ചെയ്തിരുന്നല്ലോ. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. നമുക്ക് ഇനി രണ്ടാമത്തെ എപ്പിസോഡിലേക്കും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും നമുക്കൊന്ന് പോകാം. ഇന്നലെ വൈകുന്നേരമാണ് ലോസ് ഏഞ്ചൽസിലെത്തിയത്. അമേരിക്കയിൽ ആദ്യമായിട്ട് എത്തിയിരുന്നു. ഇവിടെ വന്ന് ഞാൻ താമസമായി. ഇവിടെ ഒരു ഹോം സ്റ്റേ ആണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. ചീഫ് ബഡ്ജറ്റായിട്ടുണ്ട് വേണ്ടത്. വളരെ എക്കോണമിക്കലായിട്ട് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ഇത് കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു മൈനസ് പോയിൻ്റായിട്ട് ഞാൻ കണ്ടത് റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ അവൈലബിൾ അല്ല. വാക്കിംഗ് ഡിസ്റ്റൻസിൽ പോകണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാനിന്ന് കറങ്ങിയിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടി. എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന സ്ഥലമാണ് ഞാൻ ഇന്നലെ താമസിച്ചിരുന്ന സ്ഥലം. ഇവിടെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അതിൻ്റെ മെയിൻ ഡോറാണത്. ഞാൻ വെളിയിൽ വന്ന് ഇപ്പോൾ യൂബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാം നല്ല ട്രിപ്പായിരുന്നു. അടുത്ത ഞാൻ സീപോർട്ടിലേക്ക് പോവുക. ഹലോ, ഇത് നമ്മുടെ ഡ്രൈവർ അസൂസാണ്. എന്നെ പിക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഹോട്ടൽ താമസത്തിൽ നിന്നും സീപോർട്ടിലേക്ക് പോകുന്ന വഴി ഇദ്ദേഹമാണ് എന്നെ വന്ന് പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. യൂബറിലെത്തിയത്. എൻ്റെ വഴിയാണ്, അങ്ങോട്ടേക്കുള്ള പോകുന്ന വഴിയാണിത്. How is the life here in USA, sir? How is the life? life is pretty good. Uh-huh. The life is, I can't complain. Uh-huh. Here in California, it's a high pace. Uh-huh. The weather's fantastic. Some majority of the time, See. and it's pretty good. Yeah, very good. This is the first time for me in America. Oh, so your first time for you? Yes. Oh, okay. How do you like it? Yes, I am fantastic. Only just yesterday evening only I landed here. But it is too early to give any comments about the life of here because I don't have any experience here, no? No, I'm very newborn baby here. Yeah, you don't have the experience yet. So, Yeah. right now it's a good timing. Uh-huh. There's no traffic at all right now. But if you wait till 3, 4, 5 o'clock our time, people start to get off work and there's a lot of traffic. Yes, right. But every big city there's a lot of traffic. Yes. And it's very nice. It's nice here now. Now the time is very morning 10 o'clock now, so that is why there is no traffic jam. Very little and very calm and cool. എന്നെ അക്കോമഡേഷനിൽ നിന്നും പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന യൂബറിൻ്റെ ഡ്രൈവർ മിസ്റ്റർ ബെൻ സീപോർട്ടിലേക്ക് പോകുന്ന വഴി വളരെ വാചാലകനായിരുന്നു. സ്വന്തം രാജ്യത്തെക്കുറിച്ചും ഈ എയർ സീപോർട്ടിനെ കുറിച്ചും ഇവിടുത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ചുമൊക്കെ അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. സീപോർട്ടാണ്, അതായത് ഈ ലോസ് ഏഞ്ചൽസ് സീപോർട്ടാണ് ഈ ഭാഗത്തിൻ്റെ ഈ ഏരിയയുടെ ഏറ്റവും എക്കോണമിക്കലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമെന്നും മറ്റും അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ സീപോർട്ടെന്നും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീപോർട്ടാണ് ഇതെന്നും അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാഴ്ചയിലും എനിക്കത് ബോധ്യപ്പെടുന്നുണ്ട്. വളരെയധികം ഷിപ്പുകൾ വരുന്നിട്ടും വളരെയധികം കണ്ടെയ്നറുകളുള്ള ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും നമുക്ക് കാണാമായിരുന്നു. യാത്രയിലുടനീളം അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ നന്മകളെക്കുറിച്ചും രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വാചാലകനായിരുന്നു. തൻ്റെ സംഭാഷണത്തിനിടയിൽ ഫാമിലിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനും അദ്ദേഹം ഒട്ടും മടി കാണിച്ചില്ല. 3 ആൺമക്കൾ മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 3 പേരും മേജറായി കഴിഞ്ഞു. അവരവരുടേതായിട്ടുള്ള ജോലിയും അവരുടേതായിട്ട് ജീവിത മാർഗങ്ങളെയും തേടുന്നു. അതുപോലെ സ്വന്തമായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട് അവരെല്ലാവരും. വൈഫ് വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്. മറ്റു പ്രത്യേകിച്ച് ജോലികളൊന്നും തന്നെ ഇല്ല. ഇദ്ദേഹം രാവിലെ 6 മണി മുതലാണ് ഈ യൂബറിൻ്റെ ജോലി ചെയ്യുന്നത്. യൂബറിൽ നിന്നും തരക്കെട്ടില്ലാത്ത വരുമാനം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സംസാരിച്ച് നമ്മുടെ സീപോർട്ടിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. അത് എത്രയും വേഗം എത്തിച്ചേരുകയും ചെയ്തു. സീപോർട്ടിനെ കുറിച്ചും അദ്ദേഹത്തിന് വളരെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഷിപ്പിനെ കുറിച്ചും
സെലിബ്രിറ്റി ഷിപ്പിനെ കുറിച്ചും അദ്ദേഹം കുറച്ച് വാചാലനായി. പല പ്രാവശ്യവും അദ്ദേഹത്തെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം യാത്ര ചെയ്തപ്പോഴെല്ലാം ഫാമിലിയോടൊപ്പമായിരുന്നു യാത്ര ചെയ്തിരുന്നതും മറ്റും. ഇതിൽ പല പ്രാവശ്യം അദ്ദേഹം യാത്ര ചെയ്തതുകൊണ്ട് ഈ സീപോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് എല്ലാ വശങ്ങളും അറിയാമായിരുന്നു. എന്നെ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി. എനിക്കും അത് കൂടുതൽ സഹായകരമായി. എൻ്റെ മനസ്സിൽ ആപ്പാടെ ഒരു അമ്പലപ്പുണ്ടായിരുന്നു. ഒന്നും പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷിപ്പിലേക്ക് ബോർഡ് ചെയ്യുന്നതും മറ്റ് ഫോർമാലിറ്റീസുകൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നും മറ്റൊരു ചെറിയ ആശങ്ക എനിക്കുണ്ടായിരുന്നു. എങ്കിൽ കൂടി മിസ്റ്റർ ബെൻ്റെ സഹകരണവും സംഭാഷണത്തിൽ നിന്നും ഞാൻ കൂടുതൽ സന്തോഷവാനായിരുന്നു. എന്നെ കറക്റ്റ് സ്പോട്ടിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന് ഇറക്കിയെത്തുന്നു. ഈ കാണുന്ന സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ഷിപ്പിലേക്ക് പോകേണ്ടതും ചെക്കപ്പിന് പോകേണ്ടതെന്നും അദ്ദേഹം മറ്റും എന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് യാത്ര പറയേണ്ടുന്ന സമയം അടുത്തു കഴിഞ്ഞു. And once again, thank you so much for your cooperation and your explanation about this country. Okay, you're welcome. Enjoy yourself and have a great trip. Thank you, sir. സീപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ ടെർമിനലിൽ എത്തിയ ഞാൻ അതിൻ്റെ ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സ്ഥലത്തേക്ക് ചെന്നു. അവിടത്തേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിൻ്റെ എല്ലാ ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസും അതിൻ്റെ എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള വിസയും മറ്റ് പേപ്പേഴ്സുകളും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ രാജ്യത്തിറങ്ങാനുള്ള വിസ, അതായത് അമേരിക്കൻ വിസ ഉണ്ടോ ഇല്ല എന്നതാണ്. അതും വാലിഡിറ്റി ഉള്ളതാണോ എന്നും മറ്റുമാണ് പ്രധാനമായിട്ടും അവർ ചെക്ക് ചെയ്യുന്നത്. ആദ്യത്തെ കടമ്പ അതാണ്. എല്ലാവരും അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ്. എനിക്കും അതിനൊരു സ്പോട്ട് കിട്ടി. അമേരിക്കൻ വിസ എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളതിനാൽ എനിക്ക് കൂടുതൽ ടൈം അവിടെ ചിലവഴിക്കേണ്ടി വന്നില്ല. പിന്നീട് സെക്യൂരിറ്റി ചെക്കപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ആ സെക്യൂരിറ്റി ചെക്കപ്പിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെയും നീണ്ട ക്യൂ. ഏകദേശം 2600 പാസഞ്ചേഴ്സിനെ വഹിക്കാൻ കഴിവുള്ള ഈ ഷിപ്പിൽ അതുപോലെ തന്നെ എത്രത്തോളം പാസഞ്ചേഴ്സ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും എവിടെ ചെന്നാലും നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഈ ഷിപ്പിൻ്റെ കപ്പാസിറ്റി 2600 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 960 ജീവനക്കാരെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഈ ഷിപ്പിനുണ്ട്. സെലിബ്രിറ്റി ക്രൂസിലേക്ക് ഞങ്ങളെല്ലാവരും ബോർഡ് ചെയ്യുന്നതിൻ്റെ ക്യൂവിലാണ് ഇപ്പോൾ. എവിടെ ചെന്നാലും ഈ ക്യൂ ആണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഏതായാലും അത് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിപ്പിൻ്റെ മസ്റ്റർ ഏരിയയിലുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 4ാമത്തെ ഫ്ലോറാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഇതിനു മുമ്പും പല ഷിപ്പിലും യാത്ര ചെയ്തിട്ടുണ്ട്. പല ഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഈ കരീബിയൻ ക്രൂസിൽ ഒരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഇതിനേക്കാൾ വലിയൊരു ഷിപ്പായിരുന്നു. അതിനും 4ാമത്തെ ഫ്ലോറിലായിരുന്നു അതിൻ്റെ മാസ്റ്റർ ഏരിയ. ഞാൻ ഷിപ്പിനകത്ത് വരുന്നതിന് ശേഷം ഈ ഭാഗത്തെക്കുറിച്ചെല്ലാം വിശദമായിട്ട് വീഡിയോ എടുക്കുകയും നിങ്ങളിലെത്തിക്കുകയും ചെയ്യാം. ഇപ്പോൾ ബോർഡ് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. ഈ ഷിപ്പിൽ പാസഞ്ചേഴ്സ് എല്ലാവരും ബോർഡ് ചെയ്യുന്നത് 4ാമത്തെ ഡെക്കിൽ കൂടിയാണ്. എല്ലാ ഷിപ്പിലും എല്ലാ പോർട്ടിൽ നിന്നും ഇതുപോലെ 4ാമത്തെ ആയിരിക്കണം എന്നില്ല. അത് ഓരോരോ പോർട്ടിനെ ആശ്രയിച്ചിരിക്കും. അതിനെ ബോർഡ് ചെയ്യുന്നതിൻ്റെ പാത്വേയുടെ സ്ട്രക്ചറിൻ്റെ ഘടന അനുസരിച്ചായിരിക്കും അത് ഏത് ഡെക്കിൽ കൂടെയാണ് ബോർഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ചില ഡെക്കുകളിൽ ചില പോർട്ടുകളിൽ 2ാമത്തെ ഡെക്കിൽ കൂടെ ബോർഡ് ചെയ്യേണ്ടി വരും. ചിലത് 3, ചിലത് 4. അത് അതിൻ്റെ ആയിട്ടുള്ള പോർട്ടിനെ ആശ്രയിച്ചിരിക്കും ഓരോരോ കാര്യങ്ങൾ. ഏതായാലും നമ്മൾ ഇപ്പോൾ ബോർഡ് ചെയ്യുന്നത് 4ാമത്തെ ഡെക്കിലൂടെയാണ് ബോർഡ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇതിൽ ജോയിൻ ചെയ്യുന്ന പാസഞ്ചേഴ്സിൽ ഒരു 90% മുകളിലും വളരെ പ്രായം ചെയ്ത സീനിയർ സിറ്റിസൺസാണ്. കുറേ ഒരു 5%, 10% വീൽ ചെയർ വരുന്നവരും ഉണ്ടായിരുന്നു. ഞങ്ങളെ സ്വീകരിക്കാൻ ബോർഡിൽ അവിടെ ഒരു ക്രൂ മെമ്പർ പ്രത്യേകം നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഊഷ്മളമായ സ്വീകരണവും സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഷിപ്പിലേക്ക് ബോർഡായി കഴിഞ്ഞു. ഷിപ്പിൽ ഉള്ള ഒരു പ്രധാന കാരണം, അതിൽ നമ്മൾ ബോർഡായി കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റിയാണ്. സേഫ്റ്റി ഫസ്റ്റ്, ഇതാണ് ഇവരുടെ മുഖ്യ വാചകം. സേഫ്റ്റി എന്ന് പറയുന്നത് ഏത് യാത്രയുടെയും മുഖ്യ കാര്യം തന്നെയല്ലേ. ഫ്ലൈറ്റിൽ പോയാൽ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്നതിന് മുൻപായിട്ട് അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം നമ്മളെ പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ ഷിപ്പിലുമുണ്ട്. ആ ഏരിയയിലാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ആ ഭാഗത്തെത്തി. ഈ ഭാഗത്താണ് അവർ
നമ്മുടെ കാർഡ് നോക്കിയിട്ട് നമ്മുടെ ക്യാബിൻ നോക്കും. ക്യാബിൻ എന്ന് കഴിഞ്ഞാൽ നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മസ്റ്റർ പ്ലേസ് എങ്ങനെ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചും മറ്റും വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. എൻ്റെ കാർഡും ഞാൻ അവരുടെ കൊടുത്തു. അവരത് ഇൻസ്പെക്ട് ചെയ്ത് എന്നോട് വിവരങ്ങൾ സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഏത് ഭാഗത്താണ് എമർജൻസിയിൽ എത്തിപ്പെടേണ്ടത് For the drills, this is the station for any emergency. So you just got to check in just to make sure you see everything and you know if you hear any of the places signs, this is where you come. Do you have any questions? Okay. You're all set to go. Thank you. Thanks. അതിനുശേഷം ഞാൻ പോയത് എനിക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്യാബിനിലേക്കാണ്. ഡെക്ക് 2-ൽ 111 എനിക്ക് കിട്ടിയിരിക്കുന്ന റൂം. ഈ റൂമാണ് എനിക്ക് ഇനി 10-15 ദിവസം ഞാൻ താമസിക്കേണ്ട റൂം. ഇതാണ് ഇത് കാർഡ്. ഈ കാർഡ് കൊണ്ട് വേണം നമുക്ക് ഈ ഷിപ്പിൽ എവിടെ പോയി ഏത് സാധനങ്ങൾ വാങ്ങിക്കാനും. നമ്മുടെ ഐഡൻറ്റി കാർഡാണിത്. നമ്മുടെ പാസ്പോർട്ടിന് തുല്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇത്. ഞാൻ റൂം തുറന്നു, അകത്തേക്ക് കയറി. വളരെ വിശാലമായിട്ടുള്ള ഒരു റൂമ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ക്യാബിൻ എന്നാണ് ഒരു പ്രത്യേകത. സാധാരണ 2 പേരാണ് കാണാറുള്ളത്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ക്യാബിൻ അനുവദിച്ച് തന്നിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഈ ഇതിനകത്ത് കാണുന്നുണ്ട്. ആവശ്യാനുസരണമുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് താമസിക്കേണ്ട രീതിയിലുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഞാൻ കയറിയതേ ഉള്ളൂ. ആ റൂം അതെല്ലാം ഒന്ന് പിക്ചർ എടുക്കുകയാണ്. എങ്ങനെയുണ്ട് എന്നറിയണമല്ലോ, നിങ്ങളിൽ എത്തിക്കേണ്ട വിവരങ്ങളൊക്കെ. ഈ റൂമിലെ യാത്രയും ഈ ഷിപ്പിലെ യാത്രയും എൻ്റെ യാത്രയിലെയും സംബന്ധിച്ച് സുസൂക്ഷ്മമായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും വിവരണങ്ങളും എൻ്റെ ഒറിജിനാലിറ്റി ഒട്ടും തന്നെ കളയാതെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിച്ചു തരാം. അതുവരെ എല്ലാവർക്കും തൽക്കാലം നന്മ വരട്ടെ, നല്ലത് വരട്ടെ.